യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ വോളന്താസ് ദൈ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 25-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29 മുതൽ 36 വരെയുള്ള വചനഭാഗമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കം, തങ്ങളിൽ ആരാണ് വലിയവൻ. എന്നാൽ യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനും ആകണം. ഒരിക്കൽ ഒരു ഗുരുവും 2 ശിഷ്യന്മാരും മല കയറാൻ പോയി. മല കയറ്റം തുടങ്ങിയപ്പോൾ ഒരു ശിഷ്യൻ വളരെ വേഗത്തിൽ മല കയറി പൂർത്തിയാക്കി. അപ്പോൾ ആ ശിഷ്യൻ വിചാരിച്ചു, ഗുരു തന്നെ പെട്ടെന്നുള്ള മല കയറ്റത്തിൽ പ്രശംസിക്കുമെന്നും ആശംസിക്കുമെന്നും. അങ്ങനെ ഗുരുവും മറ്റേ ശിഷ്യനും വളരെ സാവധാനത്തിൽ മല കയറി പൂർത്തിയാക്കി. അങ്ങനെ ആദ്യം മല കയറി പൂർത്തിയാക്കിയ ശിഷ്യനെ കണ്ട് ഗുരു പറഞ്ഞു, വരുന്ന വഴിയിൽ ഒരുപാട് മുറിവേറ്റവരും കഷ്ടത അനുഭവിക്കുന്നവരെയും കണ്ടു. മുറിവേറ്റവരുടെ മുറിവ് വച്ച് കെട്ടിയും ശുശ്രൂഷിച്ചും കഷ്ടത അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിച്ചും വന്നപ്പോൾ താമസിച്ചതാണ്. ശിഷ്യൻ നിർവികാരനായി തീർന്നു. ഗുരു ശിഷ്യനോട് പറഞ്ഞു, മലയുടെ നെറുകയിൽ നീയുണ്ട്, എന്നാൽ എത്ര പേരെ നീ ശുശ്രൂഷ ചെയ്തു, എത്ര പേരുടെ മനസ്സിൽ നീയുണ്ട്. ശുശ്രൂഷ ചെയ്യുക എന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു ആന്തരിക മാറ്റമാണ്. നാം മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മിൽ ദൈവാനുഗ്രഹം വന്നു ചേരും. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ വാർദ്ധക്യത്തിൻ്റെ നടുവിലും ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിന് ദൈവം നൽകിയ അനുഗ്രഹമാണ് ഇസാക്ക്. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ ശുശ്രൂഷ ചെയ്ത് സോളമൻ രാജാവിന് ദൈവം നൽകിയ അനുഗ്രഹമാണ് അളവറ്റ ജ്ഞാനമെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വഴിയരികിൽ കിടന്ന സഹോദരനെ മുറിവുകൾ വച്ചുകെട്ടി വേണ്ട ശുശ്രൂഷ ചെയ്ത് അവനെ സത്രത്തിൽ സുരക്ഷിതമായി എത്തിക്കുന്ന നല്ല സമരക്കാരനും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാമും ഇതുപോലെ ശുശ്രൂഷകരായി മാറുക എന്നാണ്. യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, ഐ കെയിം നോട്ട് ടു സെർവ് ബട്ട് ടു സെർവ്. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അവരോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളും ഇതുപോലെ പോയി ചെയ്യുവിൻ, അതായത് ശുശ്രൂഷകനായി തീരുവിൻ എന്നാണ്. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ നാം വലിയവനായി തീരുകയുള്ളൂ. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ വേവലാതിയിൽ നാം തന്നെ മറന്നു പോകുന്നത് നമ്മുടെ ശുശ്രൂഷയാണ്. സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ നമുക്കായി തുറന്നിടുമ്പോൾ ഒരുപക്ഷെ ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എത്ര പേർക്ക് നാം ശുശ്രൂഷകരായി മാറി. വിശുദ്ധ മദർ തെരേസ പറയുന്നത് പോലെ, പ്രാർത്ഥിക്കുന്ന അധരങ്ങളല്ല, പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന കരങ്ങളാണ് നമുക്ക് ആവശ്യം. ദൈവം തന്നെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ശുശ്രൂഷയുടെ മനോഭാവം കാണിച്ചു തന്നതെങ്കിൽ നാം എത്രമാത്രം ശുശ്രൂഷയുടെ മനോഭാവം സ്വീകരിച്ച് പ്രാവർത്തികമാക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ആത്മശോധന ചെയ്യാം. നാം എല്ലാവരുടെയും അവസാനമാകുക, ശുശ്രൂഷരാകുക. നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ ചൊരിയും. സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ നമുക്കായി സന്തോഷത്തോടെ തുറന്നിരിക്കും, കാത്തിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.